എന്തിനോ വേണ്ടി കിടന്ന് തിളയ്ക്കുന്ന സാമ്പാറാണെന്ന് തോന്നുമായിരിക്കും. ആദ്യം തന്നെ തെറ്റുവാണ് ഗീസ്, നിങ്ങൾ ക്ഷമിക്കണം. എന്തിനോ വേണ്ടിയില്ല, ഇത് ഇഡലിക്കും ദോശയ്ക്കും വേണ്ടി കിടന്ന് തിളച്ച സാമ്പാറാണ്. മീനുമോൻ്റെ ദോശയായിരുന്നു രാവിലെ, എനിക്ക് ഇഡലിയായിരുന്നു. മീനിന് ഇഡലി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഞാൻ ദോശ ഉണ്ടാക്കി. ദോശയും സാമ്പാറും സ്കൂളിൽ കൊടുത്തു വിട്ടു. ഞാൻ ഇഡലിയും സാമ്പാറുമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ട് അവളോട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, നീ എന്തുകൊണ്ടാണ് ഇഡലി ഇവൾക്ക് ഇത്ര വെറുപ്പ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവൾ പറഞ്ഞു ഇപ്പം എൻ്റെ കൊച്ചു കൊച്ചു ഇഡലി ഇല്ലേ, അതിൻ്റെ ആ ഒരു ഇഡലിക്കൂട്ടം എനിക്ക് വാങ്ങണം, അതിവിടെ ഇല്ല കേട്ടോ, അത് വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ കഴിക്കാമെന്ന് ഓർക്കും. കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അതിനുശേഷം ഞാൻ വൈകിട്ടുള്ള വീഡിയോ ആണ് ഇത്. അത് രാവിലെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉച്ചയ്ക്കുള്ള എല്ലാം കൂടെ വെച്ച് തട്ടിക്കൂട്ടി കഴിച്ചു ഗൈസ്. ഇത് വൈകിട്ട് ഞാൻ വന്നപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയുമാണെന്ന് പറഞ്ഞ് ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉണ്ടാക്കണം. അപ്പം നമുക്ക് ഈ ചിക്കൻ വറുത്തിട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഞാൻ വറുത്തെല്ലാം കോരി വെച്ചു. അതേ പാനിൽ തന്നെ ഞാൻ അതേ എണ്ണയിലും തന്നെ ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റിയെടുക്കുക കേട്ടോ. ഉപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നിങ്ങൾ ഓർക്കും അതേ പാനിലിട്ട് വഴറ്റുവാണെങ്കിൽ ഇത് അടി പിടിക്കില്ല, അടിയിലൊന്നും പിടിക്കില്ല ഗൈസ്. നിങ്ങളൊന്ന് വെച്ച് നോക്കിയാൽ അപ്പോൾ ഈ അരപ്പും എല്ലാം ഈ സവാളയിലൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് വരത്തേ ഉള്ളൂ. നിങ്ങളെല്ലാം വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ വഴറ്റിയെടുത്തപ്പോഴത്തേക്ക് ഈ പാനിൽ കൊള്ളുമെന്ന് തോന്നുന്നില്ല. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി നമുക്ക് ഈ പാനിയെ നമുക്ക് ഉരുളിയിലോട്ട് മാറ്റാൻ ഓർത്ത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉരുളിയിലെല്ലാം മാറ്റിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഉരുളിയിലോട്ട് മാറ്റി ഞാൻ ചിക്കൻ എല്ലാം വഴറ്റി പച്ചമണം എല്ലാം മാറിയ ശേഷം ചിക്കനും എടുത്തിട്ട് കുറച്ച് തക്കാളി എടുത്തിട്ട് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടു അവിടെ സെറ്റാക്കി അതവിടെ വെച്ച് അവിടെ വേകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ നെയ്ച്ചോറിനുള്ളത് നെയ്യ് റോസ്റ്റ് എന്ന് വരുമോ, നിങ്ങൾ ക്ഷമിക്കണം. നെയ്ച്ചോറിനുള്ളതെല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തു. കുറച്ച് സവാള വറുത്ത് കോരി എല്ലാം നെയ്ക്കകത്ത് തന്നെ വെക്കണേ. പിന്നെ ഒരു ഉരുളി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കണം. പിന്നെ സ്പൈസസ് ഒക്കെ ഇടുക. എന്നിട്ട് കുറച്ച് സവാള ഇട്ട് കുറച്ച് ഇട്ട് വഴറ്റിയ ശേഷം നമ്മൾ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന വെള്ളത്തിൽ വേവിച്ച് വറ്റിച്ച് ഈ ഒരു പാകത്തിന് എടുക്കണം കേട്ടോ. അതിൻ്റെ പുറത്തോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് നമ്മൾ വറുത്ത് വെച്ച് കോരി വെച്ച് സവാളയും കൂടി ഇടുമ്പോൾ സെറ്റാകും. അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡിയാണ് ഗൈസ്. നല്ല മണമൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ മീനും ഇട്ടന് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ഞാൻ വിളമ്പി വെച്ച് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് എനിക്ക് ഈസി അല്ലേ, രാവിലെ എടുത്തൊക്കെ കൊടുത്ത് വിട്ടാൽ മതി, ഉച്ചയ്ക്കുള്ളത് ഞാൻ കഴിച്ചോളൂ. അപ്പം നാളെ കുശാൽ രാവിലെ ഇച്ചിരി താമസിച്ചെഴുന്നേറ്റാൽ മതി. അങ്ങനെ ഞാനും കഴിക്കുക. പക്ഷേ ഇത് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. കാരണം അന്ന് വെച്ചുവെങ്കിലും ഞാനത് കഴിച്ചില്ല. അന്ന് എനിക്ക് പനിയും എനിക്കൊരു വയ്യാഴികയൊക്കെ ഉള്ളതുകൊണ്ട് ഈ നെയ്യെല്ലാം കൂടെ കഴിച്ചിട്ട് ഇനി അടുത്ത പ്രശ്നം ആക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അന്ന് കഞ്ഞിയാണ് ഗൈസ് കുടിച്ചത്. എൻ്റെ ഒരു അവസ്ഥ ഓർക്കണേ നിങ്ങൾ, കഷ്ടം തോന്നില്ലേ നിങ്ങൾക്ക്? അന്ന് ഞാൻ കഞ്ഞി കുടിച്ചു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ ഇന്ന് ഓവൻ്റെ അകത്ത് വെച്ച് ചൂടാക്കി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നെയ്ച്ചോറും റോസ്റ്റ് എന്ന് വരുവാണ്. നെയ്ച്ചോറും ചിക്കൻ കറി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്ബാക്കണേ. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.